ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നല്ലൊരു പന്നി ഇറച്ചി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ പന്നിയിറച്ചി ഇട്ട് കൊടുക്കും. ഞാനിവിടെ 1 കിലോ പന്നിയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി 6 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ ഒരു ഇഞ്ചി പീസുള്ള ഇഞ്ചി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പന്നിയിറച്ചി നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. തുറന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഈ സമയത്ത് ഇതൊരു 1/2 മണിക്കൂർ ഞാൻ തീയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില നമ്മൾ 2 ഇതൾ അല്ല 3 ഇതളിട്ട് കൊടുക്കാം. പിന്നെ ഒരു സവോള അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ സമയത്തിലേക്ക് വെളിച്ചെണ്ണ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ല അടി പിടിക്കും. ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഒരു 1 ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഞാൻ മുളക് പൊടി ഒത്തിരി ചേർക്കുന്ന ഇതിലേക്ക് ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വയ്ക്കാം. ഇപ്പം നമ്മുടെ പന്നിയിറച്ചി ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ നമ്മുടെ പന്നിയിറച്ചി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് തുറന്ന് വെച്ച് വേവിച്ചാൽ അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും. നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് ചെറു തീയിൽ വെച്ച് ആക്കിയെടുത്താൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഞാനിവിടെ ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് ഞാനിത് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു ഇപ്പോൾ ഞാൻ നല്ല നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി പന്നിയിറച്ചി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.